ഇപ്പോൾ വി മുരളീധരൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി മുരളീധരൻ, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡും സർക്കാരും നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് 3 കോടി ഈ ഇവന്റ് മാനേജ്മെന്റിന് അനുവദിച്ചിരിക്കുന്നു എന്ന രേഖയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. താങ്കളുടെ മറുപടി? അല്ല, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും അത് സംബന്ധിച്ചിട്ട് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോ ഹൈക്കോടതിയുടെ മുന്നിൽ സർക്കാർ നൽകിയിരുന്ന അണ്ടർടേക്കിംഗ് ആണ് ദേവസ്വം ബോർഡിന്റെ ഒരൊറ്റ പൈസ ചെലവാക്കില്ല എന്ന് പറഞ്ഞാൽ കോടതിയെ അടക്കം വഞ്ചിക്കുന്ന, വിശ്വാസികളെ മുഴുവൻ തന്നെ വഞ്ചിക്കുന്ന ഒരു നടപടി. ആ നടപടിയാണ് ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ വഞ്ചനയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സർക്കാർ നടത്തിയ ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ ഒരു കാപട്യമാണ്. ആ കാപട്യത്തിന്റെ മറുപിടിക്കുന്ന, ആ കാപട്യം മറച്ചു പിടിക്കാൻ വേണ്ടി സർക്കാർ കോടതിയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ നികുതി പണം, വിശ്വാസികളുടെ പണം, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ സ്പോൺസർമാർ എത്താത്തത് കൊണ്ടാണോ ഇങ്ങനെ ഈ പറയുന്ന നിഷ്കർഷിക്കപ്പെടുന്ന കോവിഡ് കാലത്തൊക്കെ മാത്രം അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരു ഫണ്ട് ആ ഫണ്ടിലേക്ക് കൂടി കൈയിടേണ്ടി വന്നിരിക്കുന്നത്? സ്പോൺസർമാരില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സർക്കാർ സ്പോൺസർമാർ തേടിയോ ഇല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. പക്ഷെ എന്റെ ഒരു വിലയിരുത്തൽ, സർക്കാർ ഇത് സ്വന്തം നിലയിൽ സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ദേവസ്വം പണം ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ മുൻകൂട്ടി തീരുമാനമെടുത്ത് നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയതാണ്. അതല്ലാതെ 15 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ നടത്തിയതല്ല. കോടതിയിൽ ഈ വിഷയം വരുമെന്ന് ഒരുപക്ഷെ കോടതി ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കോടതി ചോദിച്ചപ്പോ കോടതിയുടെ മുമ്പാകെ പച്ചക്കള്ളം പറയാൻ യാതൊരു മടിയില്ലാതെ പച്ചക്കള്ളം പറഞ്ഞു. വളരെയധികം നന്ദി ശ്രീ വി മുരളീധരൻ പ്രതികരിച്ചതിന്. അങ്ങനെ ചില്ലറ കാര്യമല്ല, ചില്ലറ കളിയല്ല ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കാരണം ഹൈക്കോടതിയെ കൂടി പറ്റിച്ചിരിക്കുന്നു. 8.22 കോടി ഈ കമ്പനിക്ക് നൽകാനുള്ളിടത്ത് 3 കോടി കൂടി ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും, സർപ്ലസ് ഫണ്ടിൽ നിന്നും എടുത്ത് ചിലവാക്കിയിരിക്കുന്നു. അപ്പോൾ അത് ഹൈക്കോടതിക്ക് മുൻപിൽ വെച്ച സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ തന്നെ നിലപാടിന് വിരുദ്ധമാണ്. ഒരു പൈസ പോലും ചെലവഴിക്കില്ല എന്ന നിലപാടിന് വിരുദ്ധമാണ്. അതിന്റെ രേഖകളാണ് തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് കൃഷ്ണ ബ്രേക്ക് ചെയ്തത്.